ഹേ ഗായ്സ് അങ്ങനെ നമ്മുടെ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ഡേയുടെ അന്നത്തെ ഫുൾ വ്ളോഗാണ് കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ഫുൾ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും, ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഒരു 12 മണിക്കാണ് മേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 10-11 മണിയായപ്പോൾ ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിലെത്തിയതും ധന്യ ചേച്ചി മുടി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുനിമാമ മേക്കപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാമൻ്റെ ഡാൻസ് കളിക്കുന്നത് കാരണം അതിന് കിരീടം വെക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കിരീടം നോക്കാൻ നിന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പാമ്പിനെയും പിന്നെ ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3-4 കിരീടങ്ങൾ നോക്കിയിട്ട് അതെന്ന് പറയണത് ഞങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള മാലയും കുടയും പിന്നെ കുറച്ച് സാധനങ്ങളും വേണമായിരുന്നു. അതൊക്കെ നമ്മളവിടെ റെഡിയാക്കി വെച്ചു. പോകാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ വിചാരിച്ച് നമ്മളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഡ്രസ്സും ഓർണമെൻറ്റ്സും സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കിരീടം ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടാവും, അന്ന് മൈൻഡ് ആക്കില്ല ഗൈസ്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെയും ഡ്രസ്സിൻ്റെയും ബാഗ് എടുത്തിട്ട് ഞങ്ങൾ മേലേക്ക് പോയി. ഒരു ബാഗ് അവളും എടുത്തു, ഒരു ബാഗ് ഞാനും എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ തൂക്കി ഞങ്ങൾ മേലെ എത്തിയപ്പോഴേക്ക് ഞാൻ ചേച്ചി മുടി കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുനിമാമയാണെങ്കിൽ ഓരോരുത്തരെ മേക്കപ്പ് ഇട്ട് ബേസ് മേക്കപ്പ് ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടിക്ക് കടന്നു. നമുക്ക് അടുത്ത പരിപാടി ഉണ്ടായിരുന്നത് അൽക്കടലായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഇട്ട ഓരോ കുട്ടികൾക്ക് നമ്മൾ കയ്യിൽ ഓൾറെഡി അവരുടെ അടുത്ത് റെഡ് ചില്ലി ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില്ലി റെഡ് മെഹന്തി ഉണ്ടല്ലോ, അതിട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാലിൽ മാത്രം നമുക്ക് അൽക്കടാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അതാവുമ്പോൾ നമ്മൾ കയ്യിൽ മറ്റേ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് കുത്തിടാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, വൈറ്റ് കുത്ത്. അപ്പോൾ അതിനാകുമ്പോൾ അൽക്കിടുമ്പോൾ അത് മിക്സ് ആവും. മെഹന്തി ആണെന്നുണ്ടെങ്കിൽ വലിയ സീനില്ലല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സെയിം ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ചില്ലി റെഡ് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അൽക്കടായിരുന്നു. അവൾ അൽക്കടായിരുന്നപ്പോഴേക്ക് അടുത്ത പണി എനിക്ക് കിട്ടി. താഴെ പോയിട്ട് മുടി എടുത്തിട്ട് വരണമായിരുന്നു കേട്ടോ. അവൾ അൽക്കടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു മുടി എടുക്കാൻ. ഞാൻ പോയതും ചേച്ചി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ, അത് ഞാൻ എടുത്തിട്ട് വന്നു. അങ്ങനെ ഇതാ ഈ ചേച്ചിക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ബേസ് മേക്കപ്പ് ഇട്ട് ഇരുത്തിയ കുട്ടികളാട്ടോ. നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലും സംഭവങ്ങളായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ചൂടെടുക്കണ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫാനുള്ളത് കൊണ്ട് വേർക്കണ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളൊരു ട്രാൻസിഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ വീണ്ടും നമ്മൾ മേക്കപ്പിലേക്ക് കടന്നു. സുനിമാമ അടുത്ത മേക്കപ്പോടെയും പിരികം വരയ്ക്കുക, കണ്ണെഴുതുക, അങ്ങനെയൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വർത്തമാനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഒരു പ്രോഗ്രാം ഡേ എന്ന് പറയുമ്പോൾ ഒരു വൈബ് സംഭവമാണ്, വൈബ് ദിവസമാണ്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. വൈകുന്നേരം ആ സ്റ്റേജിലേക്ക് എത്താനുള്ള ടൈമിലൊക്കെ നമുക്ക് ടെൻഷൻ വരുള്ളൂ. അങ്ങനെ നമ്മുടെ വർത്തമാനം പറയലും നമ്മുടെ മേക്കപ്പും നമ്മുടെ ഡ്രസ്സിങ്ങും ഓർണമെൻറ്റ് സെറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് ഡ്രസ്സ് ഇടാൻ തുടങ്ങി, ഓർണമെൻറ്റ്സ് ഇടാൻ തുടങ്ങി. ഞാൻ ഡ്രസ്സ് ഇട്ടു, ചേച്ചി ഓർണമെൻറ്റ്സ് ഇട്ടു, നവനെ ആൾക്കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണിയായി തുടങ്ങി. പിന്നെ വീഡിയോ എടുക്കാനും പണിയെടുക്കാനും കൂടെ ഭയങ്കര പണിയായത് കാരണം ഞാൻ ഒരു ചേച്ചീനോട് എടുത്തു തരാൻ വേണ്ടി പറയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലായി. ഞാനും നവനി ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നു. നമ്മളെ കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്തിരുത്തിയിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നവനി മുടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി കെട്ടിയത്. ഞാൻ മുടി കെട്ടുന്ന സമയം അവൾക്ക് വേറെ എന്തൊക്കെയോ പണി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൻഡ് എൻ്റെ മുടി കെട്ടാനാണെങ്കിൽ നല്ല പണിയായിരുന്നു ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ അടുത്തൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മുടി അവിടെയും ഇവിടെയൊക്കെ ലെയർ പോലെ ആയിരുന്നത് കാരണം ഓരോരുത്തർ ഓരോ മുടി അങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു. നേരെ പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവമായിരുന്നു. ഫ്രണ്ടിലും നിറയെ ബാങ്ക്സൊക്കെ ഉള്ളത് കാരണം അതൊന്നും നമ്മുടെ ബാക്കിലത്തെ ഹെയറിലേക്ക് എത്തണില്ല. അപ്പോൾ അതൊക്കെ അവിടെ സ്ലൈഡൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കണമായിരുന്നു. അതിനൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ. പിന്നെ എന്തിനാ മുടി വെട്ടിയത്, കഴിഞ്ഞിട്ട് വെട്ടിയാൽ പോരാന്നില്ല, എന്നാലും ആ നല്ലൊരു മുടി പോയി കൊണ്ടാക്കി കൊളാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് ഫൈനലി ഞാൻ ആ മുടിയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചു. ഹെയർ സെറൊക്കെ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെക്യൂറാക്കി സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ഒരു സെറ്റപ്പിൽ അങ്ങോട്ട് വെച്ചു എന്ന് പറയാം, കുറേ ചീത്ത കേട്ടിട്ടാണെങ്കിലും. അങ്ങനെ മേക്കപ്പിനിരുന്നു. നവനി അപ്പേക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹെയർ ചെയ്യണ സമയം കൊണ്ട് അവൾ ഇത്രയും മേക്കപ്പ് ചെയ്തു, കാരണം അത്രയും ടൈം എടുത്ത് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റ മൈൻഡിൽ പോയി മുടി വെട്ടിയത് കാരണം എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവൾ ഈ മുഖത്ത് വരച്ചുകൊണ്ടിരിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ നമ്മുടെ റിഹേഴ്സലിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു തീം ബേസ്ഡ് സംഭവം ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് സീതയുടേതായ ഫേസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ നോക്കി നല്ല അടിപൊളി ഫേസ്
പെയിൻറ്റിങ്ങൊക്കെ നോക്കിയിട്ട് നമുക്ക് സുനിമാമ അതേപോലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാമനാണെങ്കിലും കൃഷ്ണൻ്റെയും സംഭവം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ രാമന് വലിയ ഫേസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കൃഷ്ണൻ്റെ ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിരുന്നത്. ഞാൻ അതേപോലെ ഇരുന്ന് ഇതാ ഫുൾ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ എനിക്കും കണ്ണിൻ്റെ മുകളിലും ഫേസിലൊക്കെ കുറേ പൂവും മറ്റേ കുത്തും കാര്യങ്ങളൊക്കെ ഇടാണ്ടായിരുന്നു. അതൊക്കെ സുനിമാമ കറക്റ്റായിട്ട് സെറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെങ്ങനെയാണോ ചിത്രം കാണിച്ചു കൊടുത്തത്, ഫോട്ടോ കാണിച്ചു കൊടുത്തത്, അതേപോലെ നമുക്ക് ചെയ്തു തന്നു. ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്തു. കാരണം നമ്മൾ നോർമൽ മേക്കപ്പ് അല്ലല്ലോ, നമ്മുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ കളറുള്ള ലെൻസ് ഞങ്ങൾ എടുക്കണമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ലൈറ്റിക്ക് കളർ ഉണ്ടാവുന്നു. എന്നാലും നമ്മൾ സ്റ്റേജിലെത്തി ഡാൻസ് കളിക്കാൻ നേരത്തുള്ള വീഡിയോയിലൊക്കെ നമ്മുടെ ലെൻസ് കാണുന്നുണ്ട്. ബട്ട് അല്ലാത്ത സമയത്തൊന്നും നമുക്ക് ലെൻസ് വല്ലാണ്ട് അറിയണുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് ഹണി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കാണാത്തത് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഹേസലിൻ്റെ ഒരു ട്രെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. സംഭവം നമ്മൾ ഡാൻസ് പരിപാടി എന്നൊക്കെ വരുമ്പോൾ അങ്ങനത്തെയൊക്കെ വെക്കണം. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ലുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഈ ഹേസലും കാര്യങ്ങളൊക്കെ. സോറി, ഹണിയൊക്കെ. ഹേസലാണെങ്കിൽ നന്നായിട്ട് കാണുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണെഴുതുക പറഞ്ഞാൽ എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണാണ്. സോ കണ്ണെഴുതാനുള്ളത് ഉണ്ടാവില്ല. ഐ മീൻ കണ്ണെഴുതാനുള്ള സ്ഥലം എൻ്റെ കണ്ണിലില്ല. അതുകൊണ്ട് തന്നെ നല്ല പാടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ കണ്ണിൽ എഴുതുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ എനിക്കുണ്ട്. ഞാൻ നോർമലി കണ്ണെഴുതാത്ത ഒരാളാണ്. സാധാരണ ഞാൻ ഈ എവിടേക്കെങ്കിലും പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ കണ്ണൊന്നും എഴുതില്ല. കാരണം എനിക്ക് കണ്ണെഴുതാൻ ഇഷ്ടമല്ല. കണ്ണെഴുതിയാലും ആരും കാണാൻ പോണില്ല. ഐലൈനറൊന്നും ഞാൻ കണ്ണിൽ എഴുതിയ കാലമേ എനിക്ക് ഓർമ്മയില്ല. കാരണം കണ്ണിൻ്റെ മേലെ ഐലൈനർ എഴുതിയാലും ഞാൻ അങ്ങനെ കണ്ണടച്ച് നടന്നാലേ കാണുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ കാണില്ല. അത്രയും കുഞ്ഞു കണ്ണാണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യത്തെയും കാലത്തെയും കലക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ ഒറ്റയ്ക്ക് ഇടും കേട്ടോ. അതൊക്കെ നമ്മുടെ കുട്ടികളെ സെറ്റാക്കും. പിന്നെ എന്താ, നവനി ഓർണമെൻറ്റ്സ് ഇടായിരുന്നു. അവൾ ഡ്രസ്സ് ഇട്ടു, ഞാനും ഡ്രസ്സ് ഇട്ടു, പിന്നെ ഓർണമെൻറ്റ്സ് ഇട്ടു. പിന്നെ നമ്മൾ അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചായയും പിന്നെ കടിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പാരൻസും എല്ലാവരും കൂടെ. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും നവനിക്കും വിശപ്പ് മാറാത്തതുകൊണ്ട് ഞങ്ങളൊരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫെമിത്താത്തയാണ് കേട്ടോ അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് തന്നതൊക്കെ. അങ്ങനെ നമ്മൾ ആ അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ടു, ഡ്രസ്സ് ഇട്ടു, എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക്, ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവുകയാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സുനിമാമയും തന്നെ ചേച്ചിയും കൂടെ നമ്മളെ ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് കുട്ടികളെല്ലാവരെയും നമ്മൾ സെറ്റാക്കിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാനും ഞങ്ങളുടെ മൂക്കുത്തി പല്ലാക്ക് ഇടാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ പതുക്കെ ആസ്വദിച്ചിട്ടൊക്കെയാണ് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സുനിമാമയും തന്നെ ചേച്ചിയും കൂടെ റെഡിയാവാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ വിന്ധ്യേച്ചിക്ക് മൂക്കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. മൂക്കുത്തിയല്ല, പല്ലാക്കും മൂക്കുത്തിയും വെച്ച് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ തന്നെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കും, ഇതൊക്കെ ചെയ്യും. അതൊക്കെ ഒരു വൈബാണ്. നമ്മൾ ഡാൻസ് പ്രോഗ്രാം പറയുമ്പോൾ നമുക്ക് ഈ ഒരു വൈബാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഡാൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. ബട്ട് ഈ ബാക്ക് സ്റ്റേജ് ഡാൻസിന് നമ്മൾ കയറുന്നതിൻ്റെ മുന്നത്തെ ഒരു അലങ്കോല പരിപാടികളുണ്ടല്ലോ, അതാണ് അടിപൊളി ഗൈസ്. ശരിക്കും നമുക്ക് ഈ ടൈമിലൊക്കെ നല്ല ടെൻഷനായിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം കുറച്ച് സമയമുള്ളൂ ഇനി നമ്മൾ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ അയ്യോ നമ്മൾ ഡാൻസ് കളിക്കേണ്ടേ, സ്റ്റേജിൽ കയറേണ്ടേ എന്നുള്ള ടെൻഷനായിരിക്കും. ബട്ട് ഇങ്ങനെ 2-3 പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഈ മൂക്കുത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ട്, അതേപോലെ കളിയാക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. ഞാൻ പറയായിരുന്നു, നിങ്ങൾ രണ്ടാളും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എൻ്റെ ജമ്മാണ് പറഞ്ഞിട്ടുള്ള ഒരു റീലൊക്കെ ഞാൻ ഇടും, അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറയും, എന്നെ ടാഗ് ചെയ്യണം, ഞാനൊന്നും ടാഗ് ചെയ്യില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ടൈമിലൊന്നും നമ്മളിനി ഡാൻസ് കളിക്കണമല്ലോ, സ്റ്റേജിൽ കയറണമല്ലോ എന്നുള്ള മൈൻഡൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുനിമാമി തനിച്ചേച്ചി വന്നു. നമ്മളിത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി വണ്ടിയിലൊക്കെ കയറി. ഞങ്ങൾ പോകുമ്പോൾ പെരും മഴയായിരുന്നു ഗൈസേ. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ കയറാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സീനില്ല, നമ്മളങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്പലത്തിലെത്തി. ദക്ഷിണ നമ്മൾ അമ്പലത്തിൽ നിന്നാട്ടോ കൊടുത്തത്. ദക്ഷിണ കൊടുത്തു, ചിലങ്ക കെട്ടി നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നമ്മളൊരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു മഴ കാരണം. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തേക്ക്. അങ്ങനെ നമ്മൾ റെഡിയായി ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറാൻ തുടങ്ങി. നമുക്കൊരു 15 ഐറ്റമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അങ്ങനെ ഒരാൾ സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങളിവിടെ പുറത്തിരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയണൊക്കെ ഉണ്ട്. നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ നമ്മുടെ മേക്കപ്പ് പോയോ ഇല്ലേന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരു വ്ളോഗാക്കിയിട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് വെക്കും കേട്ടോ അമ്മേ. അതൊക്കെ നമുക്ക് ഓരോ മെമ്മറീസ് ആണല്ലോ. എത്ര കളിയും ചിരിയാണ് ബാക്ക് സ്റ്റേജിൽ എന്ന് പറഞ്ഞാലും സ്റ്റേജ് കയറി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ സീരിയസ് ആയിട്ട് അടിപൊളിയായിട്ട് കളിക്കും. അത് നമ്മൾ ഗ്യാരണ്ടി. ആൻഡ് ഓൾസോ നമ്മളെ ഡാൻസ് ആയിരുന്നു അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. അങ്ങനെ ഞങ്ങൾ സ്റ്റേജ് കയറി അങ്ങനെ ഈ ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ കഷ്ടപ്പാടും കാത്തിരിപ്പും എല്ലാം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മാക്സിമം ഇട്ടിട്ട് ഞങ്ങൾ ഈ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആൻഡ് നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു. നമ്മൾ 15 ഡാൻസ് ഉണ്ടായിരുന്നു. ആ 15 ഡാൻസും കളിച്ച് കഴിഞ്ഞു നമ്മൾ അവിടുന്ന് പോരാൻ നിൽക്കുമായിരുന്നു. അതിൻ്റെ മുന്നേ ഞങ്ങളുടെ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് എടുത്തതിൻ്റെ ബാക്കി വീഡിയോ ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോന്നപ്പോൾ അവിടുന്ന് നല്ല അഭിപ്രായമായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളടുത്ത്. അങ്ങനെ നമുക്ക് ഡാൻസ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയും നവനീയുടെയും ട്രോഫിയാണ് കേട്ടോ ഗൈസ്. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്മാവും പിന്നെന്താ പായസം ഉണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ കിട്ടുന്ന പായസം ഉണ്ടല്ലോ അതുമായിരുന്നു. ഉപ്മാവും ചട്നിയും കൂടി ആയിരുന്നു കേട്ടോ. അതെന്ത് കോമ്പിനേഷൻ അറിയില്ല. ബട്ട് ഞാൻ ഉപ്മാവ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇവളെന്നെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ബട്ട് ഞാൻ കഴിക്കൂല, എനിക്കിഷ്ടമല്ല. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് തിരിച്ചെത്തി. ഡാൻസ് ക്ലാസ്സിലല്ല, നമ്മുടെ ഷോപ്പിൽ നിന്നാണ് നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഊരി എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് ഞാനും നവനിയും കൂടെ ഞങ്ങളുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ ധനി ചേച്ചി എനിക്ക് അയച്ചു തന്നത് കേട്ടോ ഗൈസ്. അപ്പോഴേക്കും എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഊരുമ്പോഴുള്ള കഷ്ടപ്പാട് നമ്മൾ ഇടുമ്പോൾ ഇത്ര പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നും. കാരണം നല്ല വേദന എടുക്കും. നമ്മൾ അത്രയും സെക്യൂറായിട്ട് വെക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഊരാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അങ്ങനെ നമ്മുടെ എല്ലാം ഓർണമെൻറ്റ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വീടെത്തിയപ്പോഴേക്കും ഒരു 10-11 മണി ആ സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് പായസം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഞാനതിൽ പാൽപ്പായസമേ കുടിക്കുകയുള്ളൂ. എനിക്ക് അമ്പലത്തിലത്തെ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് അപ്പം തന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു വെള്ളപ്പായസമായിരുന്നു, അത് ഞാൻ കുടിക്കില്ല. അത് അമ്മ ഉള്ളിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഞാൻ ആ പാൽപ്പായസം കുടിച്ച് പിന്നെ മൂക്കുത്തിയും വളയൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂക്കുത്തിയും പല്ലാക്കും കാര്യങ്ങളും അഴിച്ചു. അതേപോലെ വളയൊക്കെ ഞാൻ അഴിച്ചു വെച്ചു. ആൻഡ് നമ്മൾ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെൻസ് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഊരിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറിജിനലായിട്ട് മൂക്കുത്തിയത് കാരണം ആ മൂക്കുത്തിയുടെ മേലെയാണ് വലിയ മൂക്കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേദന ഇല്ലാതില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യൽ. ഞാനെപ്പോഴും വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യൽ. ഇന്ന് അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞു, അതൊരു സമാധാനമായിരുന്നു. അങ്ങനെ അമ്മ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു തുണിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ച് തരും. അപ്പോൾ ആ മേക്കപ്പൊക്കെ ഒന്ന് ഇളകുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാത്തൊരു തുണിയിൽ വീണ്ടും അത് വൈപ്പ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴുകുകയാണ് ചെയ്യൽ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യണ കാര്യം നമുക്ക് കുറച്ച് ചടപ്പാണെങ്കിൽ പോലും അത് അമ്മ ചെയ്ത് തരുമ്പോൾ ഒരു സുഖമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അധികവും ഡാൻസ് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ തന്നെയാണ് കേട്ടോ ഈ മേക്കപ്പ് റിമൂവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരൽ. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ടൊന്ന് മേല് കഴുകി വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അമ്പലത്തിൽ ഉപ്മാവായത് കാരണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇവിടെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കയറി കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഡേയും അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രോഗ്രാം ഡേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആഫ്റ്റർ പ്രോഗ്രാം ആണെങ്കിലും നല്ല അഭിപ്രായമായിരുന്നു നമ്മുടെ ഡാൻസിനെ കുറിച്ചും കുട്ടികളെക്കുറിച്ചും എല്ലാം കിട്ടിയത്. ഇത് ചിലപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും കേട്ടോ ഗൈസ്. കാരണം ഇനിയിപ്പോൾ അടുത്തൊന്നും പ്രോഗ്രാം ഇല്ല. ഇനി നമുക്ക് അടുത്ത വർഷം ആവണമല്ലോ ഈ അമ്പലം പ്രോഗ്രാമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ സമയത്തേക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകും. ഞാനാണെങ്കിലും നവനിയാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്തിരിക്കുക. അവളിപ്പോൾ +2 കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാം എന്ന് കിട്ടും എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഈ പ്രോഗ്രാം ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞങ്ങൾ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഡേ പോണത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ സജഷൻസ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ബൈ ഗൈസ്.